ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആര്? നരേന്ദ്രമോദി അല്ല ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത്. അണ്ണാ ഇപ്പോഴും ഈ മീശ ഇങ്ങനെ ഒരുക്കി വെച്ചേക്കാണല്ലേ? മൊറാർജി ദേശായിയും അല്ല, അബ്ദുൽ കലാം സാർ. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് നിലയ്ക്കാമുക്ക് കൊല്ലം സ്റ്റോറിന് ഓപ്പോസിറ്റായി പ്രവർത്തനം ആരംഭിച്ച സെയിൻസ് ഗ്രാൻഡ് ബസാറാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സെയിൻസ് ഗ്രാൻഡ് ബസാർ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ നിലയ്ക്കാമുക്ക് ഏലാപ്പുറം ഭാഗത്താണ് ഞങ്ങളിരിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ കൃത്യമായിട്ടുള്ള പേരെന്താണ്? ഏലാപ്പുറം ആണല്ലേ. അപ്പോൾ നിലയ്ക്കാമുക്ക് കൊല്ലം സ്റ്റോറിന് ഓപ്പോസിറ്റായി സെയിൻസ് ഗ്രാൻഡ് ബസാർ എന്ന് പറഞ്ഞൊരു ബസാർ തുടങ്ങിയിട്ടുണ്ട്. കണ്ടായിരുന്നു നമ്മൾ ഗൃഹോപകരണങ്ങളും മറ്റ് ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസുകളും ഇല്ലാത്ത ലേഡീസ് ബാഗ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് ലഭ്യമാണ്. അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ള ഈ ഒരു സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്: ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആര്? നരേന്ദ്രമോദി. ഉറപ്പാണ്? എന്നാൽ നരേന്ദ്രമോദി അല്ല, മറ്റൊരാളാണ് ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത്. നിലയ്ക്കാമുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെയിൻ ഗ്രാൻഡ് ബസാർ നൽകുന്ന മനോഹരമായ സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആര്? ഏഷ്യയുടെ പ്രകാശം ലൈറ്റിൻ്റെ പേരല്ല. വയറ് വഴി. അപ്പോൾ ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആര്? ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആര്? പ്രധാനമന്ത്രി മോദിയാ? അറിയാമോ? ആരാണ്? നരേന്ദ്രമോദി. നരേന്ദ്രമോദി അല്ല ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത്. മറ്റ് അതിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളാണ്. നമ്മളെ ചരിത്രത്തിൻ്റെ താളുകളിലെല്ലാം ഇടം പിടിച്ച ഒരാളാണ്. BJP ആണല്ലേ? അല്ല, ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ഇവരാരുമല്ല, മറ്റൊരാളാണ്. ഒരിക്കൽ കൂടെ ചോദിക്കാം, വേറെ മാറ്റി പറയാനുണ്ടോ? അല്ലാതെ പറയാം, അബ്ദുൽ കലാം സാർ. അല്ല, ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആര്? നമ്മുടെ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നമുക്ക് കുറ്റം പറഞ്ഞുകൂടാ, അതൊന്ന്. എന്നാലും ഏഷ്യയുടെ പ്രകാശമല്ല. എങ്കൾ കയ്യിൽ ഒരു பர்ஸ் இருக்கு, அது கொடுக்கறது நிலைக்காமுக்கில் புதுதாய் ஷாப்பு ஓப்பன் பண்ணிய செயின் கிராண்ட் பசார் ஒரு பெரிய ஷாப்பு. அவர் கொடுக்குற பரிசு உங்களுக்கு கிடைக்கணும்னா என் கேள்விக்கு சரியான ஒரு பதில் சொல்லணும். சொல்லட்டுமா? ഓക്കെ. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആര്? അതായത് ഏഷ്യയുടെ വെളിച്ചം എന്ന് ഉലകം പറയപ്പെടുന്നത് യാരെ? കലൈഞ്ചറാ? അറിയത്തില്ല. അപ്പോൾ കടക്കാവൂർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇന്ന് പരീക്ഷ കഴിഞ്ഞിറങ്ങണ? പരീക്ഷ കഴിഞ്ഞിറങ്ങുന്നത്. അപ്പോൾ നിലയ്ക്കാമുക്കിൽ സെയിൻ ഗ്രാൻഡ് ബസാർ എന്ന് പറയുന്ന വലിയൊരു ഷോപ്പ് ആരംഭിച്ചിട്ടുണ്ട്, ബസാർ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും അവിടെ നിന്ന് ലഭിക്കും. കീ ചെയിന്, മറ്റ് അത് ഇത് എല്ലാ ഐറ്റംസും, നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ട സ്റ്റേഷനറി എല്ലാ ഐറ്റംസും അവിടെ നിന്ന് ലഭിക്കും. ഇന്ന് എന്തായിരുന്നു പരീക്ഷ? സോഷ്യൽ സയൻസ്. എന്തായി? എല്ലാം എഴുതി. അപ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം പറയുകയാണെങ്കിൽ മനോഹരമായ ഒരു സമ്മാനം ലഭിക്കും. ചോദ്യം ഇതാണ്, നിങ്ങളെയൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആര്? ഏഷ്യയുടെ പ്രകാശം. ഏഷ്യയുടെ പ്രകാശം യേശുവല്ല. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആര്? വിദ്യാർത്ഥികളെ, നിങ്ങൾ ഈ അധ്യാപകരാരും പഠിപ്പിച്ചില്ല ഏഷ്യയുടെ പ്രകാശം? ആര്? സൂര്യൻ മൊത്തത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഏഷ്യയുടെ പ്രകാശം എന്നൊരു ഒരു വ്യക്തിയെ നമ്മൾ വിശേഷിപ്പിക്കുക. അത് ആരെന്നാണോ ചോദിച്ചത്? അറിയില്ല. അണ്ണാ ഇപ്പോഴും ഈ മീശ ഇങ്ങനെ ഒരുക്കി വെച്ചേക്കാണല്ലേ? ഈ സാധാരണ പണ്ട് ഈ പോലീസുകാർക്കാരന് ഇങ്ങനെയുള്ള മീശ പട്ടാളക്കാർക്ക്
നമ്മളൊരു സാധാരണക്കാരനല്ലേ, ഒരു പൗരനല്ലേ, നമുക്കും ആഗ്രഹം ഉണ്ടല്ലോ അല്ലേ? നമുക്ക് ആഗ്രഹമല്ലേ. അതുകൊണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആരെ? ഏഷ്യയുടെ പ്രകാശം എന്ന് പറയുന്നത് അറിയാമോ? ഏഷ്യയുടെ പ്രകാശം വിദ്യാർത്ഥികളെ പൊക്കളയിലെ നിങ്ങൾക്ക് സമ്മാനം തരാം. അറിയപ്പെടുന്ന വ്യക്തി അല്ല, ക്ലൂ വല്ലതും ഉണ്ടോ? ക്ലൂ ഇല്ല. ഇല്ല. കുട്ടികൾക്കൊന്ന് ചോദിക്കട്ടെ. ഞങ്ങളുടെ കൈവശം മനോഹരമായ ഒരു സമ്മാനമുണ്ട്. സെയിൻ ഗ്രാൻഡ് ബസാർ നൽകുന്ന സമ്മാനമാണ്. നിലയ്ക്കാമുക്കിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, ഫാൻസി, ഗിഫ്റ്റ്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്. അവർ നൽകുന്ന സമ്മാനം ലഭിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആരെ? കൊട തരില്ല, സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്. ഏഷ്യയുടെ പ്രകാശം ഏതെങ്കിലും സിനിമാടൻ്റെ ഒരു ഫോട്ടോ കാണിച്ചെന്നാൽ കൃത്യമായിട്ട് പറയൂ. അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കണേ. ഇന്ന് തന്നെ പോയി ഏഷ്യയുടെ പ്രകാശം എന്ന് അറിയപ്പെടുന്നത് ആരെ എന്ന് കണ്ടുപിടിക്കാൻ വേണം നിങ്ങൾ, കേട്ടോ. മോൾ എത്രാം ക്ലാസ് പഠിക്കുന്നു? 9. ഇന്ന് എന്തായിരുന്നു വിഷയം? സോഷ്യൽ സയൻസ്. അപ്പോൾ ഞങ്ങളുടെ കൈവശം മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആരെ? ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആരെ? അമ്മയ്ക്കറിയാമോ? വേണ്ട, ഈ സഹോദരി ഇപ്പൊ പറയും. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് അറിയത്തില്ല. ഒന്ന് ഗസ് ചെയ്യൂ. ഉറപ്പാണോ മോളെ? തന്നെ? മോളെ പേരെന്താണ്? എവിടെയാണ് സ്ഥലം? ഏലാപ്പുറം. എത്രാം ക്ലാസ് പഠിക്കുകയാണ്? 10ാം ക്ലാസ്സിലല്ലേ? അപ്പൊ എല്ലാവരും കൂടെ അഭിരാമിക്ക് ഒരു കയ്യടി കൊടുത്താണ്. ഉറച്ചടി അസൂയ കാണിക്കണ്ട. അടി. അഭിരാമി, ഒരു ചോദ്യം കൂടെ ചോദിച്ചോ. ഞങ്ങൾ നിരവധി വിദ്യാർത്ഥിനികളോട് ചോദിച്ചു ഈ ഏഷ്യയുടെ പ്രകാശം ആരാണെന്ന്. ഇതെങ്ങനെയാ മനസ്സിലായി? ഇത് നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിച്ചാണോ അതോ വായനയിലൂടെ കിട്ടിയതാണോ? ക്ലാസ്സിൽ പഠിപ്പിച്ചല്ല, എനിക്ക് അച്ഛൻ ഒരുപാട് ബുക്കുകൾ വായിച്ചാണ്, അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അച്ഛന് വായന ഉണ്ട്. ഓ, അപ്പോൾ മോളും വായിക്കും അല്ലേ? അപ്പോൾ ഏഷ്യയുടെ പ്രകാശം, ശ്രീബുദ്ധനെയാണ് നമ്മൾ ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത്. അപ്പോൾ മോളെ നേരത്തെ പരാജയപ്പെട്ടെങ്കിലും സന്തോഷിച്ചുകൊണ്ട് കൂട്ടുകാരിക്ക് ആ സമ്മാനം കൊടുത്താണ്. അവരെ നല്ലോണം ചിരിച്ചുകൊണ്ട് എല്ലാവരും ഒരു കൈയടിയെ അടിച്ചു. അപ്പോൾ സെയിൻ ഗ്രാൻഡ് ബസാർ നിലയ്ക്കാമുക്ക് കൊല്ലം സ്റ്റോറിന് ഓപ്പോസിറ്റായി പ്രവർത്തനം ആരംഭിച്ച സെയിൻസ് ഗ്രാൻഡ് ബസാർ നൽകുന്ന സമ്മാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഐറ്റംസും അവിടെ ലഭിക്കും. അടുത്ത തവണ സമ്മാനം നേടണം, കേട്ടോ. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.